അപ്പോൾ നമുക്കിന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താലോ? അങ്ങനെയാണെങ്കിലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇവിടെ കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഈ സെൻറ്റൻസിനെ നമ്മൾ സംസാരിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി ആദ്യം തന്നിരിക്കുന്നത് കം ടു ദ ക്ലാസ്, ആർഗ്യൂ വിത്ത് അതേഴ്സ്, ഇൻട്രാക്ട് വിത്ത് ഓൾ. ഇതാണ് 3 സെൻറ്റൻസ്. ഇനി നമുക്ക് താഴെ തന്നിരിക്കുന്ന ബട്ട്, ഡോണ്ട് ആൻഡ് ഇഫ് ഈസ് പോസിബിൾ ട്രൈ ടു, അത് വെച്ചാണ് നമ്മൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുന്നത്. നോക്കട്ടോ. അപ്പോൾ ആദ്യത്തെ കം ടു ദ ക്ലാസ് തന്നെ പറയുക കേട്ടോ. കം ടു ദ ക്ലാസ് ബട്ട് ഡോണ്ട് ആർഗ്യൂ വിത്ത് അതേഴ്സ് ആൻഡ് ഇഫ് ഈസ് പോസിബിൾ ട്രൈ ടു ഇൻട്രാക്ട് വിത്ത് ഓൾ. കണ്ടോ, മനസ്സിലായോ? ഈ വാക്കുകളെ മുകളിൽ യോജിപ്പിച്ചിട്ട് സംസാരിക്കാൻ പഠിക്കുക. അത് ഒരുപാട് നേരം പ്രാക്ടീസ് ചെയ്യണം. അതെന്താ? കം ടു ദ ക്ലാസ്, ക്ലാസ്സിലേക്ക് വരുമോ. ബട്ട് ഡോണ്ട് ആർഗ്യൂ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് ആർഗ്യൂ ചെയ്യരുത്. അങ്ങനെ ചെയ്യാതെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ആൻഡ് ഇഫ് ഈസ് പോസിബിൾ, സാധിക്കുമെങ്കിൽ ട്രൈ ടു ഇൻട്രാക്ട് വിത്ത് ഓൾ, എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അടുത്തത് നോക്കിയേ, പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻ ബട്ട് ഡോണ്ട് കംപ്ലൈൻ ആൻഡ് ഇഫ് ഈസ് പോസിബിൾ ട്രൈ ടു എൻജോയ് ദ ക്ലാസ്. ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ട്രൈ ടു എൻജോയ് ദ ക്ലാസ്, THE ആണ് കേട്ടോ. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡിസ്കഷൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ ഡിസ്കഷനിൽ. ബട്ട് ഡോണ്ട് കംപ്ലെയിൻ ചെയ്യില്ലേ, എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയില്ലേ. ആൻഡ് ഇഫ് ഈസ് പോസിബിൾ ട്രൈ ടു എൻജോയ് ദ ക്ലാസ്. അടുത്ത നോക്കിയേ, യൂസ് മൊബൈൽ വെൻ നെസസറി, ടോക്ക് ഇൻ ദ ക്ലാസ് ബട്ട് ഇറ്റ് ഇൻ സൈലൻറ്റ് മോഡ്. അതാണ് 3 സെൻറ്റൻസുകൾ. അതിന് നമുക്ക് ഈ വാക്കുകളുമായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് സംസാരിക്കാൻ നോക്കാം. അതായത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. യൂസ് മൊബൈൽ വെൻ നെസസറി ബട്ട് ഡോണ്ട് ടോക്ക് ഇൻ ദ ക്ലാസ് ആൻഡ് ഇഫ് ഈസ് പോസിബിൾ ട്രൈ ടു പുട്ട് ഇറ്റ് ഇൻ എ സൈലൻറ്റ് മോഡ്. അടുത്തത്, ഷെയർ യുവർ ഐഡിയാസ് വിത്ത് us ബട്ട് don't oppose anybody and if is possible try to discuss it with friends. അടുത്തത്, make money but don't spend lavishly and if is possible try to discuss it with friend. തെറ്റാണ്. അതിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്ലാൻ യുവർ എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ സംഭവിച്ചതാണ് കേട്ടോ. അപ്പോൾ സോറി, കോപ്പറേറ്റ് വിത്ത് മീ. അപ്പോൾ ഡിസ്കസ് വിത്ത് അതേഴ്സ് എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്താം? പ്ലാൻ യുവർ എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ മേക്ക് മണി ബട്ട് ഡോണ്ട് സ്പെൻഡ് ലാവിഷ്ലി. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ട്രൈ ടു പ്ലാൻ യുവർ എക്സ്പെൻസസ്. അടുത്തത്, സ്പീക്ക് വിത്ത് എൽഡേഴ്സ് but don't quarrel with them and if is possible try to observe their style of talk. അപ്പോൾ ഇതിനകത്ത് പറയുന്നതൊക്കെ എന്താ? ഒരുപാട് നല്ല കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. കുട്ടികളോടൊക്കെ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കാം. എൽഡേഴ്സിനോട് സംസാരിക്കുക, പക്ഷെ അവരുമായിട്ട് വാക്ക് തർക്കങ്ങളിൽ പെടാതിരിക്കൂ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവരുടെ ആ സ്റ്റൈൽ ഓഫ് ടോക്ക് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ട മക്കളെ? ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് LCCC ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അടുത്തത് നോക്കിയേ, വാച്ച് ഇംഗ്ലീഷ് മൂവീസ് ബട്ട് ഡോണ്ട് ഇമിറ്റേറ്റ് unhealthy habits and if is possible try to improve your language skill. കണ്ടോ, വാച്ച് ഇംഗ്ലീഷ് മൂവി കണ്ടോ, പക്ഷേ അൺഹെൽത്തി ഹാബിറ്റ്സ് ഒന്നും നമ്മളത് ഇമിറ്റേറ്റ് ചെയ്യരുത്. പിന്നെ പറയുന്ന സാധിക്കുമെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനാണ്. അത് ആദ്യത്തെ സെൻറ്റൻസ്.
അടുത്ത് നോക്കിയേ, അറ്റൻഡ് എ കോഴ്സ്. ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യും. ബട്ട് ഡോണ്ട് പേ ഹ്യൂജ് ഫീസ് ഫോർ ദാറ്റ്. പക്ഷേ ഒരുപാട് പണം അതിനു വേണ്ടി ചിലവഴിക്കരുത്. ആൻഡ് ഇഫ് ഈസ് പോസിബിൾ ട്രൈ ടു ഗെറ്റ് എ ജോബ് ഫസ്റ്റ്. ആദ്യം ഒരു ജോലി സമ്പാദിക്കൂ. അടുത്തത്, ബിലീവ് ഇൻ യുവർ സെൽസ്. നിന്നിൽ തന്നെ വിശ്വസിക്കൂ. ബട്ട് ഡോണ്ട് ഡൗട്ട് യുവർ സെൽസ്. പക്ഷേ നിന്നെ തന്നെ നീ സംശയിക്കരുത്. ആൻഡ് ഇഫ് ഈസ് പോസിബിൾ ഡെവലപ്പ് സെൽഫ് കോൺഫിഡൻസ്. സാധിക്കുമെങ്കിൽ ആത്മവിശ്വാസം ഡെവലപ്പ് ചെയ്തെടുക്കാൻ, അല്ലേ? സെൽഫ് കോൺഫിഡൻസ് എന്ന് വെച്ചാൽ കോൺഫിഡൻസ്. ഓക്കെ, നിങ്ങൾക്കറിയാം. അടുത്തത്, ഡ്രൈവ് കെയർഫുള്ളി ബട്ട് ഡോണ്ട് ഓവർടേക്ക് അതേഴ്സ്. പക്ഷേ ഓവർടേക്ക് ചെയ്യരുത് മറ്റവരെ. ആൻഡ് ഇഫ് ഈസ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് റാഷ് ഡ്രൈവിംഗ്. സാധിക്കുമെങ്കിൽ തിരക്ക് പിടിച്ചുള്ള ഡ്രൈവിങ് ഒഴിവാക്കുക. അടുത്തത് നോക്കി, ഫോളോ ദി സിസ്റ്റം ബട്ട് ഡോണ്ട് ലൂസ് യുവർ ടൈം. ആൻഡ് ഇഫ് ഈസ് പോസിബിൾ ക്യാച്ച് അപ്പ് വിത്ത് അതേഴ്സ്. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ വെച്ചിട്ട് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ ഇതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇതുപോലത്തെ തന്നെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യുക. സെയിം ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇംഗ്ലീഷ് പ്രാക്ടീസാണ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ LCCC ഇംഗ്ലീഷ് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. അനാവശ്യമായിട്ട് പുറത്തേക്ക് പോകാതെ സ്റ്റേ അറ്റ് ഹോം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ, സി യു.